പ്ലസ് ടു മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന വീഡിയോ 55 മാർക്ക് പ്രഡിക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നാളത്തെ മാത്സ് പേപ്പർ 55 മാർക്കിന്റെ പ്രഡിക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ തരും. ഏത് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ ഏത് ടോപ്പിക് പഠിക്കണം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് നാളെ നല്ല മാർക്ക് ഷുവർ ആണ്. അതെങ്കിലും മിനിമം പഠിച്ചു പോകണം, മിനിമം ഇതെങ്കിലും പഠിച്ചു പോകണം, അല്ലെങ്കിൽ നാളെ പൊട്ടും. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അത്യാവശ്യം സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് ഇത് വരും അത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ പക്ഷേ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ 1 ആൻഡ് ഓൺ 2 ആണ് മക്കളെ ഉറപ്പായിട്ട് വരാമെന്ന ഫംഗ്ഷൻ. ഓക്കെ, സി 1 ഓൺ 2 പഠിച്ചാൽ നിങ്ങൾ ഓൾറെഡി ബൈജക്റ്റീവ് ഇൻവെർട്ടിബിൾ പഠിച്ചു. ഓക്കെ, 1 ഓൺ 2 പഠിച്ചാൽ നിങ്ങൾ ബൈജക്റ്റീവ് ഓൺ 2 എന്താണെങ്കിലും പഠിച്ചു. ഇനി ടൈപ്സ് ഓഫ്, ഇനി കോമ്പോസിഷൻ വരില്ല എന്നല്ല, ടൈപ്സ് ഓഫ് റിലേഷൻ വരില്ല. ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിന്ന് എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇങ്ങനത്തെ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ. ഈക്വലൻസ്, റിഫ്ലെക്സ്, സിമെട്രി, ട്രാൻസിറ്റീവ് ആൻഡ് ഇവിടെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് സാർ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്? വളരെ സിമ്പിൾ. ഫസ്റ്റ് തന്നെ നോക്കിയാൽ നിങ്ങളൊരു ഫംഗ്ഷൻ തന്നിട്ട് എഫ് 1 ഓൺ 2 ആണെന്ന് ചോദിക്കും, ഇൻവെർട്ടിബിൾ ആണെന്ന് ചോദിക്കും. ഇൻവെർട്ടിബിൾ ആണ്, നിങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്ന്. പിന്നെ അതേപോലെ റിഫ്ലെക്സ്, സിമെട്രി, ട്രാൻസിറ്റീവ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയത് 1 ആണോ ഓൺ 2 ആണോ എന്ന് ചോദിക്കുന്നു. പിന്നെ കോമ്പോസിഷൻ്റെ ഒരു ഫംഗ്ഷൻ, ഇതെങ്കിലും ഈ ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഇവിടെ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ലാന്ന് കാണിക്കുക. ഇത്രയും ഈ 5 ക്വസ്റ്റ്യൻ എങ്കിലും പഠിച്ചു വെക്കുക. 4 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇത് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ നിങ്ങൾ ഫുൾ സെറ്റാണ്. ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഇത്രയും ടോപ്പിക്സ് ഉള്ളൂ. നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? കുറച്ച് ഫോർമുല ഉണ്ട്, അത് പഠിച്ചതിന് സെറ്റ് ആവും. ഓക്കെ, ആ ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് വിത്ത് ഇങ്ങനത്തെ സിംപ്ലിഫിക്കേഷൻ ഫോം ഉണ്ട്. ഓക്കെ, സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, ഇവിടെ സിംപ്ലസ്റ്റ് ഫോം ആണ്, ഇത് സിംപ്ലസ്റ്റ് ഫോം ആണ്. പിന്നെ നിങ്ങൾക്ക് സാർ എനിക്ക് കുറേ ഫോർമുല ഒന്നും പഠിച്ചിട്ട് മതി, ഇത് 3 സിംപ്ലസ്റ്റ് ഫോം ആണ്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മക്കളെ, എല്ലാ പേപ്പറിലും 2 ക്വസ്റ്റ്യൻ ഇതും ഉണ്ടാവും. എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ 13π/6. ഓക്കെ, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എത്രയാണ്? എക്സ് ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഒന്ന് കമന്റ് ചെയ്ത പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. പക്ഷേ ഇവിടെ 13π/6 നേരെ എഴുതിയ പോലെ, പക്ഷേ കറക്റ്റ് ചെയ്ത് 2 മാർക്ക് കിട്ടും. അത് ആർക്കും കിട്ടും. ഇൻവേഴ്സ് എന്ന് പറയേണ്ട സിമ്പിൾ ലോജിക്ക് മതി. സൈൻ ഇൻവേഴ്സ് 1/2 മക്കളെ, സൈൻ എപ്പോഴാണ് 1/2 ആവാ? π/6. π/6 ആണ് ആൻസർ. അത്രയുള്ളൂ. 2 മാർക്ക് ഉറപ്പാണ്. ഈ ക്വസ്റ്റ്യൻ മാത്രം വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി സിംപ്ലസ്റ്റ് ഫോമിന്റെ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോർമുല കണ്ടാൽ മനസ്സിലാവണം. ഇവിടെ എന്താണ് വരിക? ഇവിടെ കൊസീക് സ്ക്വയർ വരും അല്ലേ? സീക് സ്ക്വയർ വരും. സീക് സ്ക്വയർ എക്സിനെ സീക് തീറ്റ ഇടുക. ഇവിടെ എന്താണ്? എക്സിനെ സൈൻ തീറ്റ കോസ് തീറ്റ ഏത് വേണേ ഇടുക. ഇവിടെ ശരിക്കും സൈൻ തീറ്റ ഇടേണ്ടത്. ഇവിടെ ഏത് ഫോർമുലയാണ് വേണ്ടത്? ഇവിടെ 1 - cos തീറ്റ 1 + cos തീറ്റന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാലേ കാര്യമുള്ളൂ. 1 എക്സ്പാൻഡ് ചെയ്യണം, cos 2 തീറ്റന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ അത് വിടും. അതിന് ചിലപ്പോൾ ടഫ് ആയിരിക്കും സാർ, അത് വിടുക. എനിക്ക് ഉറപ്പായിട്ടുള്ള വേറെ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് എക്സ് നിങ്ങൾക്കറിയാം π/2 ആണ്. ആ ലോജിക് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ടാൻ ഇൻവേഴ്സ് ആഡ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് y. ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം. നിങ്ങളുടെ മിസ്ലേനിയസിലുണ്ട് കേട്ടോ, ഡിലീറ്റഡ് അല്ല, മിസ്ലേനിയസിലുണ്ട്. മാട്രിക്സിലേക്ക് വരികയാണ് സാർ. എല്ലാവർക്കും സ്കോർ ചെയ്യാമെന്ന ചാപ്റ്ററാണ് മാട്രിക്സ്. മാട്രിക്സിൽ എന്താണ് പഠിക്കേണ്ടത്? ഇതൊന്നും പഠിക്കേണ്ട. ഒന്നും പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പഠിക്കാനില്ല ശരിക്കും പറഞ്ഞാൽ. ഓപ്പറേഷൻസ് ഒന്നും വേണ്ട. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ AB, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക. നേരെ പോയി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക. ട്രാൻസ്പോസ് വളരെ സിമ്പിളാണ്. സ്ക്യൂ സിമെട്രിക് ആൻഡ് സിമെട്രിക്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ ഷുവർ ആയിട്ട് വരുന്ന പറയുകയാണെങ്കിൽ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് കേട്ടോ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാം, ധാരാളം. ഓക്കെ, നോക്കി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയാം, നാളത്തെ പേപ്പറിൽ ഇത് വന്നിരിക്കും, ഗ്യാരണ്ടീഡ്. ഒരു മാട്രിക്സിലും സ്ക്വയർ മാട്രിക്സ് 3/3 അതെന്താണ് ചെയ്യാവുന്നത്? നിങ്ങളോട് പറയുന്നത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്കിനെ സമ്മായിട്ട് കാണിക്കാൻ പറയാം. 4 മാർക്ക് വളരെ സിമ്പിളാണ്, ഉറപ്പായിട്ട് വരും. ഇത് പഠിക്കാതെ പോയാൽ ഇത് മിക്കവാറും ഈ നമ്പറോടെ വരും, ഞാൻ ഗ്യാരണ്ടി ആണ്. ഓക്കെ, പിന്നെ എന്താണ് AB എന്ന് പറഞ്ഞ മാട്രിക്സ് ഉണ്ട്. ഓർഡർ ഓഫ് AB മക്കളെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതേപോലെ റിവേഴ്സൽ ലോ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റിവേഴ്സൽ ലോ കൂടി കാണിക്കാൻ പറയുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ സെക്കൻഡ് ടോപ്പിക്. പിന്നെ കൺസ്ട്രക്ട് മാട്രിക്സ് 2i - j മക്കളെ AIJ എന്ന് പറയും. 2i - j അത് നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യും 7 മണിക്ക്. പിന്നെ 2 മാട്രിക്സ് ഈക്വൽ ആണ് മകളെ, 2x = 2. അപ്പോൾ x എത്രയാണ്? 1 ആണെന്ന് എല്ലാവർക്കും കിട്ടും. അങ്ങനത്തെ അഡീഷൻ ഓഫ് മാട്രിക്സ്. പിന്നെ ഇവിടെ എന്താണ്? ഇങ്ങനെ ഇക്വേഷൻ രീതിയിൽ. ഓക്കെ, ഇക്വേഷൻ രീതിയാണ് എൻ്റെ ലീസ്റ്റ് ചാൻസ് കുറവുള്ളത്. പക്ഷെ ബാക്കി ഇത് വന്നിരിക്കും. ഇത് പഠിക്കാതെ ഒരിക്കലും പോരെ. ഇത് കിട്ടിയത് 4 മാർക്ക് ഈ ചാപ്റ്ററിന് സെറ്റാണ്. ഓക്കെ, ഇത് കിട്ടി. അടുത്ത ചാപ്റ്റർ ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിൽ നിങ്ങൾ ഫസ്റ്റ് കാര്യം ഈ ചാപ്റ്ററിൽ എന്ത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്? ആദ്യം ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഒന്ന് പഠിക്കുക. ഓക്കെ, ഡിറ്റർമിനന്റ് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മക്കൾ എവിടെയാണ്? അഡ്ജോയിന്റ് ആൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അഡ്ജോയിന്റ് ഇൻവേഴ്സും പഠിച്ചാൽ നിങ്ങൾ ബാക്കി ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ, ചിലപ്പോൾ വരും, പക്ഷെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഇതും പഠിച്ചു തന്നെ ചാപ്റ്റർ. ഡിറ്റർമിനന്റ് പഠിക്കുക, അഡ്ജോയിന്റ് ഇൻവേഴ്സും ധാരാളം. ഓക്കെ, അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നതാ മാട്രിക്സ് മെത്തേഡ് സോൾവ് ചെയ്യാൻ പറയുന്നു. മാട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് ഉറപ്പാണ്. ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
6 മാർക്കിന് ഡിറ്റർമിനൻസ് വന്നിരിക്കും. മിക്കവാറും മക്കളെ ഇതേ ക്വസ്റ്റ്യൻ വരും, കുറേ വർഷങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നോക്കിയേ, a ഇൻറ്റു അഡ്ജ ഈസ് ഈക്വൽ ടു ഡിറ്റ ഇൻറ്റു ഐ. മക്കളെ എയും അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറയണം, മൾട്ടിപ്ലൈ ചെയ്ത് ഡിറ്റ ഇൻറ്റു ഐ കിട്ടണം എന്ന് പറഞ്ഞു. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, അഡ്ജോയിന്റ് ഞാൻ കണ്ടുപിടിക്കാൻ പഠിച്ചാൽ പറഞ്ഞു, അത് ചെയ്തു. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, അഡ്ജോയിന്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, 2a ഡിറ്റർമിനന്റ്. ഓക്കെ, ഇനി അത് പഠിക്കുന്നതിന് മുമ്പ് ഇതും കൂടി പഠിക്കാം. നോക്കിയാൽ എന്റെ ഡിറ്റർമിനന്റ് ഉണ്ട്, 2a ഡിറ്റർമിനന്റ് എന്താ, 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 4 ആവും, 2 സ്ക്വയർ ആവും. ഓക്കെ, അതൊന്ന് പഠിക്കണം. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ സമയം ഉണ്ടെങ്കിൽ അതും കൂടി പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ്. ഓക്കെ, ഇത്രയും പഠിച്ചാൽ നിങ്ങൾ സെറ്റ് ആണെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ മക്കളെ, ഇത്രയായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇത് തലേ ദിവസം ഇതെങ്കിലും പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് വ്യത്യാസം വരും. കാരണം ഇതേ ക്വസ്റ്റ്യൻസ് നാളത്തെ പേപ്പറിൽ കാണും. ഓക്കെ, ഡിഫറൻഷ്യബിലിറ്റിയിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾ റൂൾസ് അറിയാം ഡിഫറൻസിയേഷൻ്റെ, അത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഡിഫറൻഷ്യബിലിറ്റി കണ്ടിന്യൂറ്റി ഒരേ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ അത് ഞാൻ പറയാം, അത് പഠിച്ചു പോവുക. ഡിഫറൻഷ്യബിലിറ്റിയിൽ നിങ്ങൾ ഡിഫറൻസിയേഷൻ ഒന്ന് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കിൽ ഒന്നുമില്ല, എക്സ്പോണൻഷ്യൽ ലോഗറിതമിക് എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സിന് ലോഗ് എക്സിന് ഡെറിവേറ്റീവ് 2 റൂളുള്ളൂ, അത് വേണ്ട. ലോഗറിതമിക് ഡിഫറൻസിയേഷൻ ഉറപ്പിച്ചോ മക്കളെ വരും, ഉറപ്പിച്ചോ, ഞാൻ ഉറപ്പിച്ച് പറയാം, ലോഗറിതമിക് ഡിഫറൻസിയേഷൻ വന്നിരിക്കും. ഡെറിവേറ്റീവ്സ് ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയ ടോപ്പിക് അല്ല, ഈ ഡിഫറൻസിയേഷൻ 2 പ്രാവശ്യം ചെയ്താൽ, അപ്പോൾ അത് കൂട്ടണ്ട. ഇത് പഠിച്ചാൽ ഇത് പഠിച്ചു, ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പാരാമെട്രിയും കൂടി ഒരു പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സാർ ഏത് ക്വസ്റ്റിനെ കണ്ടിന്യൂറ്റിയിൽ വരിക, കണ്ടിന്യൂറ്റിയിൽ പീസ് വൈസ് ഫംഗ്ഷൻ, ഇങ്ങനെ പീസ് ആയിട്ടുള്ള ഫംഗ്ഷൻ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും, ഐ ഗ്യാരണ്ടി യു. നോക്കിയേ, പീസ് വൈസ് ഫംഗ്ഷൻ നിങ്ങൾ LHL ഈക്വൽ ടു RHL ആണ്, ഈ വാല്യൂസ് ഈക്വൽ ടു വാല്യൂ, ഈ വാല്യൂ ഈക്വൽ ടു വാല്യൂ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വരിക. അങ്ങനെ 3 മാർക്ക് കിട്ടി. ഇത് ലോഗറിതമിക് ഡിഫറൻസിയേഷനിൽ പവറിൽ എക്സോ വൈയോ അങ്ങനെ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ലോഗറിതമിക് ഡിഫറൻസിയേഷൻ പഠിച്ചിരുന്നോ. എക്സ് റേസ് ടു സൈൻ എക്സോ ഈ ക്വസ്റ്റിനോ അല്ലെങ്കിൽ എക്സ് റേസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് വരും, പഠിച്ചിരിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി റൂട്ട് ഓഫ് ടാൻ എക്സ്, ഇതെന്താണ്, ചെയിൻ റൂൾ വെച്ചുള്ള ഡിഫറൻസിയേഷൻ, ബേസിക് സംഭവം. ഇതാണ് ഡബിൾ ഡിഫറൻസിയേഷൻ. ഈ സാധനം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ്, ഡബിൾ ഡിഫറൻസിയേഷൻ കിട്ടി, സംഭവം കിട്ടി. ഇതാണ് ഡിഫറൻസിയേഷൻ ഓഫ് പാരാമെട്രിക് ഫോം. ടിയോ ടിറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇയാളാണ്, ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ, സോറി ഇയാളല്ല, ഇയാളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ്.